Assalamualaikum. Welcome to YouTube channel Janna Maria Vlog. പല്ല് തേക്കണം, മുഖമൊക്കെ ഒന്ന് വാഷ് ചെയ്യണം, കഴുകിയിട്ട് വരാം. മോള് ഇവിടെ ഉറങ്ങുന്നുണ്ട്. അവൾ നല്ല ഉറക്കം. ഞങ്ങൾ ബെഡ്ഷീറ്റൊക്കെ രാത്രി നല്ല ഭംഗിയിലൊക്കെ വിരിച്ച് കേട്ടാ. രാവിലെ ആയ അവസ്ഥ തന്നെ. അപ്പം അങ്ങനെ അവൾ നല്ല ഉറക്കമാണ്. ഇന്നലെ കറണ്ട് പോയി, ഗംഭീര ഇടിയും മഴയായിരുന്നു. 10:30 ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നു. അത്രയൊക്കെ എടുക്കാറില്ല. പിന്നെ ഇടിയും മഴയും, പിന്നെ മോള് ഭയങ്കര പേടി. സത്യം പറഞ്ഞാൽ ഇടിയും മഴ ഇട്ടാൽ ഞാൻ വേഗം കിടക്കും. നമ്മൾ ഇടിമഴ നിർത്തും. പിന്നെ എന്താണ് ഭയങ്കര ചൂട്. മഴ പെയ്താൽ എല്ലാവർക്കും തണുപ്പുണ്ടാകും, പക്ഷെ ഭയങ്കര ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട്, ഒന്നും അറിയില്ല. പിന്നെ 10:30 ആയപ്പോഴാണ് പോയി ഒറ്റ ഉറക്കം. അപ്പം അങ്ങനെ കർട്ടനൊക്കെ നീക്കാം. ബ്രഷ് ചെയ്യാം. പല്ല് തേച്ചിട്ട് വരാം. പല്ല് തേക്കാണ്ട് താഴത്ത് പോകണം. ബ്രഷ് എടുക്കണം, പേസ്റ്റ് എടുക്കണം. പിന്നെ പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും പറയാനില്ല. ഇന്ന് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാൻ ശ്രമിക്കും. ഞാനിത് അൽമാറയിൽ വെക്കണത് ഈ പാറ്റൊക്കെ ഉണ്ടാവില്ലോ, ആ പാറ്റനെ മേടിച്ചിട്ട് അൽമാറയിൽ വെക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഉറക്കുക. പിന്നെ നമുക്ക് വർക്കിലുണ്ടാക്കാം. കഴുകിയിട്ട് വരാം. മുഖം കഴിഞ്ഞു. പിന്നെന്താ, ഇന്നലെ ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ട എന്ന് പറയണ പോലെ
മുഖം തുടക്കാം. മോളെടുക്കണം, താഴത്തോണ്ടേക്ക് എടുക്കണം. അവളോട് ഒറ്റക്ക് എടുത്തൂലായിരുന്നു. അതുപോലെ ഒറ്റക്ക് എടുത്താൽ ശരിയാവില്ല. ബാത്റൂമിലൊക്കെ ഞാൻ വെള്ളം നിറച്ചിടും. പിന്നെ അതുമല്ല, അവൾക്ക് വിശ്വാസമില്ല. പേരാ 2 വയസ്സായ ആളല്ലോ, ഒരു 2.5 വയസ്സൊക്കെ ആയിട്ടുള്ള ആൾക്ക്. പിന്നെ ആൾ ഓൾറെഡി ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്ത് തന്നെ ബാത്റൂമിൽ കിടന്നിട്ട് തകര മറിക്കും. അത്ര ഇതാ പക്ഷെ വാശിയും കുറുമ്പോ അങ്ങനെ സംഭവമൊന്നുമില്ല കേട്ടോ. വാശിക്ക അങ്ങനെയുള്ളതൊന്നുമല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ കിടത്തിയാൽ ശരിയാവില്ല. ഞാൻ അലമാര ചാവിയിലൂടെ എടുക്കണം. ഞാൻ രാവിലെ വെള്ളം കുടിക്കട്ടോ പല്ല് തേക്കി കഴിഞ്ഞാൽ. അത് ഞാൻ വെള്ളം കുടിക്കും. എന്ന് വെച്ചാൽ വെള്ളം നല്ലതല്ലേ രാവിലെ തന്നെ കഴിക്കുന്നത്. രാവിലെ ഇവിടുന്ന് ചായ കുടിക്കില്ല. എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോയില്ലേ, എൻ്റെ വീട്ടിലൊക്കെ ഞാൻ പോകുമ്പോൾ അവിടുന്ന് ചായക്കടി അതേപോലെ കടിയും കഴിക്കും. ഇതൊന്നും അങ്ങനെ കഴിക്കില്ല. വീടെടുത്തിരിക്കരുന്ന് കേട്ടാ. ഇവളെ ഞാൻ വീടെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവള് ഫോൺ വന്നിട്ട് വണ്ടിയെടുത്ത് അതിനോള് കരയണ് വീണ്. വീഡിയോ ഓണായിരുന്നേ, അപ്പോൾ വന്നിട്ട് വലിച്ചെടുത്ത്. സംഭവം അവിടെ വീണ്. ഫോൺ ഇവിടുന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ഫോണിൻ്റെ തക്ക് നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ആരുമില്ലാത്ത കാരണം അവൾക്ക് ഫോൺ കൊടുക്കും. ഇപ്പോൾ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഈ പുറത്തേക്ക് പോയണേ. അപ്പോൾ അത് പേടിച്ചിട്ടാണ് ഫോൺ കൊടുക്കണം പുറത്തേക്ക് പോകണേന്. പുറത്തുണ്ടല്ലോ വെച്ചിട്ടാണ് ഫോൺ കൊടുക്കണേന്. ഇവിടെ ഇരിക്കും, മാറി. തേങ്ങ വേണോ? തേങ്ങ എന്ത് എന്ത് വേണോ? നീ വീഡിയോ എടുക്കട്ടെ. നമുക്ക് തേങ്ങ വേണം. മീൻകറിയാണല്ലോ, പറ്റില്ല. ഓ അല്ല അത് മേത്തക്കൊഴും, അത് മേത്തക്കൊഴും, ഇതൊക്കെ മേത്തക്കൊഴും. ആ ഫിറ്റയുടെ ചിലവില്ലേ, അതൊക്കെ നെയ്ത്തുമ്മിയേ. അത് നെയ്ത്തുന്ന സീനല്ല. തേങ്ങ വെള്ളം വേണോ? വെള്ളം വേണ്ടേ? ആ തരാം. കൊടുക്കരുതിട്ടാ, ഞാൻ വീഡിയോ എടുക്കില്ല. പിന്നെ വെള്ള തരാം. വെള്ളത്തിന് കഴിയണം. രാവിലെ വെള്ളം തേക്കും. ഞങ്ങൾ നല്ല കുട്ടിയേക്ക് മുടിയൊക്കെ കെട്ടി അല്ലേ? ഫോണിക്കൊക്കെ നോക്ക് എന്നാണ്. നമുക്ക് തേങ്ങ ചിരകണം.
തേങ്ങ വെള്ളമാണോ ചോദിക്കണേ? കളഞ്ഞു കൊല്ലോ. മുട്ടത്തി ഇവിടുത്തെ ശരിയാവില്ല. മോളുണ്ട്. നമുക്ക് പച്ചി വെക്കണം. വെള്ളം നിറഞ്ഞിരിക്കണം. നമുക്ക് വെള്ളം ഓഫ് ചെയ്യണം. വെള്ളം ഓഫ് ചെയ്യണമെന്നല്ല, വെള്ളം ഓഫ് ചെയ്യണമെന്നല്ല, ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്. അത് കോഫിയില്ലേ കഴിപ്പുണ്ടോ? ഉണ്ടാക്കി തരാം കേട്ടാ. വയറ് വേദനിക്കൂ. വയറ് കുടിക്ക് പണി. നമുക്ക് തേങ്ങ ചിരക്കാം. അത് സേമിയല്ലേ, സേമിയാണ് കൊണ്ടുപോകണം. പൊടിയാണ് കേട്ടോ, ഞാൻ തുടച്ചോളാം. നമുക്ക് പൊടിയിടാം. എന്നിട്ട് വെള്ളം ഓഫ് ചെയ്ത് കളഞ്ഞു. പത്തിരിയാണ് കേട്ടോ. അപ്പോൾ പത്തിരിക്ക് ഓഫ് ചെയ്ത് വെള്ളം ചൂടുണ്ട് ബാക്കിയിരിക്കും. ഓഫ് ചെയ്ത് വന്നിട്ട് വേണ്ട. വെള്ളം ചൂട് തിളക്കും ചെയ്തല്ലോ. നമുക്ക് കറി മാറ്റാം.
കത്തിക്കണം. തളിയിൽ നമുക്കിടാം. ഞാൻ ഇതിൽ കുഴക്കലുണ്ട്, പക്ഷേ അത് ശരിയാവില്ല. എന്ന് പക്ഷേ ശരിയല്ലെന്ന് പറയാം. കുഴക്കേണ്ട പ്രശ്നമൊന്നുമില്ല, അത് ശരിയാവില്ല. ഓക്കെ, ഞാൻ ഇതിൽ ഇനി വെളിച്ചെണ്ണ ഒഴിക്കില്ല. ഞാൻ വെള്ളത്തിൽ ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ പോലെ വെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പിടും. അപ്പോൾ കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല സോഫ്റ്റ് വരും. കുറച്ച് വെളിച്ചെണ്ണ ഉപ്പും കൂടി നമ്മൾ ഇടുമല്ലോ. ഉപ്പും വെള്ളം കൂടി നമ്മൾ വെക്കില്ലേ. ഉപ്പും വെള്ളം വെക്കുമ്പോൾ ഞാൻ വെളിച്ചെണ്ണ വയ്ക്കാറില്ല. ഞാൻ ഉമ്മ വീട്ടിൽ ചെയ്യണ കാണാം. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്ത് നോക്കിയതാണ്. കുഴപ്പമില്ല ചെയ്യുന്നുണ്ട്. എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയില്ലേ, വലിയമ്മത്തെ ഉമ്മാൻ്റെ അടുത്തെ, അതൊക്കെ ഞാൻ ചെയ്യും. പൊന്നാക്കാരും അവർ നല്ല സ്പെഷ്യൽ ഉണ്ടാക്കുന്ന ടീമാണ്. എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ്. ഇപ്പോൾ അവിടെ സിവിൽ എഞ്ചിനീയറില്ലേ, അതായി വർക്ക് ചെയ്യുക. ഇന്ത്യയിൽ വർക്കൊക്കെ അതാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഖത്തറിൽ. അസീസയിലായിരുന്നു. ഇപ്പോൾ അവിടെ തന്നെ തോന്നുന്നു. ഇനി മാറിയെന്ന് അറിയില്ല കേട്ടോ. ഞാൻ പോയ സമയത്ത് അസീസയിലായിരുന്നു. അങ്ങനെ ഇക്കാൻ്റെ കളീൻ്റെ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, കളീൻ്റെ. അത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടതെന്ന് എനിക്കറിയില്ല. അത് ഇന്നലെ സെലിയും കോടത്തൂരില്ലേ, ഇന്നലെ ഞാൻ വന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡേ അപ്പോൾ അത് കണ്ടു. സെലി കോടത്തൂര് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഞാൻ ചോദിച്ചെന്താണ്. അപ്പോൾ പറഞ്ഞു ഈ കളിയുടെ എന്നൊക്കെ പറഞ്ഞു. 2024 അതുകൊണ്ട് കപ്പല ഉണ്ട്. പിന്നൊരു എന്തെങ്കിലും ഉണ്ടാക്കാൻ വിചാരിക്കും റെസിപ്പി. വാങ്ങിച്ചിട്ട് വാങ്ങണ്ട സാധനങ്ങളൊക്കെ. ഞാൻ അധികം വാങ്ങി കൊണ്ടിട്ടില്ല. എന്തെങ്കിലും ആണെങ്കിൽ അപ്പോൾ പോയി വാങ്ങില്ല. അപ്പം അങ്ങനെ എടുക്കണം. ക്യാരറ്റ് ഒരു സംഭവം ഉണ്ടാക്കാൻ ഞാൻ യൂട്യൂബിൽ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റയെന്ന് കിട്ടിയിട്ട് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഒക്കെ കിട്ടിയിട്ട് അത് തണുപ്പിച്ചിട്ടും കഴിക്കാം, നമുക്ക് തണുപ്പിക്കാതെയും കഴിക്കാം. പക്ഷെ തണുപ്പിച്ച് കഴിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചോറ് പിന്നെന്താ ക്യാരറ്റും പാലും മിൽക്ക് മേഡും അങ്ങനെയൊക്കെ തന്നെ
പ്രത്യേകിച്ച് സ്പെഷ്യലെന്ന് പറയാൻ അത് എല്ലാവർക്കും ഉണ്ടാക്കുന്നതാണോ ഉണ്ടാക്കാത്തതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാനൊരു ഉണ്ടാക്കി കൊടുക്കണം, ഉണ്ടാക്കിയിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യണം. അതിന് ഇന്നും ഇൻസ്റ്റയിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വൈറലായിരിക്കണമെന്നാണത് വീഡിയോ. എല്ലാവരും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ചോദിച്ചിട്ട് പറ്റുന്നില്ല. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ. ഞാൻ ദോശമാവ് ഇടാമെന്ന് വിചാരിച്ചു, പിന്നെ അത് മറന്നു. പിന്നെ ഓർമ്മ ഉണ്ടായില്ല, അതായിരുന്നു ഞാൻ ടാസ്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ട് ലോങ് വീഡിയോ ആവുന്നുണ്ട്. അപ്പം ഞാൻ കുറേശ്ശെ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ട്, പിന്നെ നല്ല ബുദ്ധിമുട്ട് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ കുറേ ഇപ്പോൾ ലോങ്ങായി. അപ്പം ഇനി ഇവിടുന്നുണ്ട് ഈ ചെയ്യുന്നത് പത്തിരിയുടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വരെ ഒന്ന് കുഴച്ചിട്ടിരുന്നു. അപ്പം ഒന്ന് ഉണ്ട പിടിക്കാം, അവിടെ നിന്ന് തുടങ്ങാം, പിന്നെ ചൂടും ചെയ്യാം, അത് കാണിക്കാം. എല്ലാ യൂട്യൂബറും സീറോ എന്നല്ല കയറണേ, അതേപോലെ കയറട്ടെ. ഇന്നലെ എൻ്റെ ഫ്രണ്ടിന് 50K ആയി. അതേപോലെ ഞാനും നിർത്താനൊരാഗ്രഹമുണ്ട്. അല്ലാതെ ദുആ ചെയ്യില്ല, ദുആയിൽ ഉൾപ്പെടുത്തുക. നമ്മളെ കളിയാക്കണവരും പുച്ഛിക്കണവരും ഒക്കെ ഇല്ലേ, അവരെ മുന്നിലും വിജയിക്കും. പിന്നെ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ കമൻറ്റ് പറയണ്ട, എൻ്റെ പൊന്നോ ആരേക്കാൻ പോലും വയ്യ. അമ്മാരി കമൻറ്റ് ആയിരിക്കും, വേണ്ടാത്തവരും ഉണ്ടാവും. ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല തോന്നുന്നുണ്ട്. എന്തോ മുന്നേ ഒരാൾ ഞങ്ങൾ എൻ്റെ ഉമ്മ ലൈവിലേക്ക് ആ ലൈവിൽ ഇക്കാനെ ആരെന്തോ ഉണ്ടാക്കിയിട്ടില്ല. ലാസ്റ്റ് ആ പെണ്ണിനെ ഞാൻ തിരിച്ചറിയിട്ട് ആ പെണ്ണ് എന്നിട്ട് സോറി മാപ്പൊക്കെ പറഞ്ഞ പോലെ എന്തോ പോലെ പോയി. ദുബായിലോ സൗദിയിലൊക്കെയാണ് അയക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ആർക്കൊന്നും വല്ലാതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല ഒന്നുണ്ട്, പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കാവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇത് ചങ്ങത്തെ കമൻ്റ് ഒന്നും ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാവും പുലിവാലി, നമുക്കൊരു പുലിവാലിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ചെറുപ്പം മുതലേ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജോലിയെന്ന് വെച്ചാൽ അടിച്ചു വരിക, മുറ്റടിക്കുക, അങ്ങനെ തുടക്കുക, അങ്ങനെയുള്ള മാത്രം ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ ഞാനിട്ട് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ കാണും. അപ്പോൾ അവർ പറയും നിങ്ങളെന്താ ഇത് ഇപ്പോഴും ചെയ്യാത്തത്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ഒന്നും കൂടി മാറ്റായി. 18 വയസ്സിൽ ഞാൻ വന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോയിൽ, കല്യാണം 18 വയസ്സിൽ ഞാൻ കൊണ്ട് വന്നതാണ്. ഇപ്പോൾ 25, 26 വയസ്സ്, 26 ആയിട്ടുണ്ടോ. വലിയ ഏജൊന്നും പറയാൻ പറ്റില്ല, ചെറിയ ഏജിട്ടാണ്. നമുക്കിനി പൊടി തരാം. നമുക്ക് ചട്ടി ചൂടാക്കണം. എപ്പോഴും ഉണ്ടോ ഒരു ബോധന ശബ്ദം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രഷ് എടുക്കില്ല.
ഓഫീസിന് ചെല്ലി ഇറങ്ങുമ്പോൾ അത് വേറൊരു ഇതാണ്. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ വന്നിട്ടില്ല. 8:24 എവിടെ പോയതെന്നറിയില്ല. രാവിലെ അങ്ങനെ നടക്കാൻ പോട്ടോ, 6 മണി ഒക്കെ സമയത്ത് ശബ്ദം കേൾക്കാം. ഡോർ തുറക്കുന്നത് 6 മണിയാകുമ്പോൾ തന്നെ. ഞങ്ങൾ എല്ലായിടത്തും നടന്ന് ഒക്കെ ഒന്ന് പോയിട്ട് വരും. ഉപ്പാൻ്റെ ചായക്കടയായിരുന്നു. ഞങ്ങളൊക്കെ വരണതിൻ്റെ മുന്നേ പല ഇതുണ്ടായിരുന്നു. പൊറോട്ട, ചിക്കൻ കറി, ബിരിയാണി, കാട്ടച്ചോറ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നതിൻ്റെ ശേഷമൊന്നും അതിലൊക്കെ അത് ഒഴിവാക്കി. പിന്നെ ചായക്കടി, സാധാ പച്ചക്കറി ഐറ്റംസിൽ അങ്ങനെയൊക്കെ ഉള്ളു. രാവിലത്തെ കുറച്ച് സ്പെഷ്യലായിരുന്നു പല കടയിൽ. വലുതായിട്ടുള്ള സ്പെഷ്യലൊന്നും പറയാനില്ല. ഇപ്പം എത്ര വർഷം ഉണ്ടായി എന്നൊക്കെ ഇപ്പോൾ ഒഴിവാക്കി ചെയ്യാത്ത കാരണം. പിന്നെ കേസും കൂട്ടൊക്കെ ആയപ്പോൾ ഇന്നിപ്പോൾ ഈ വെറുതെ തിന്നാത്ത പൈസ കോടതിക്ക് തന്നെ കൊടുക്കണ്ടേ, പിന്നെ ഒഴിവാക്കി. എന്തായാലും നന്നായി വേണം ഇനി. അപ്പം അതിൽ നല്ലത് നോക്കട്ടെ ഇതെന്താ സംഭവം പറയാ? സോറി, നെയ്ക്കൊക്കെ ഉണ്ടാക്കി കേക്ക് ഉണ്ടാക്കിയത്. ഓ ഇപ്പം അതൊക്കെ പറഞ്ഞപ്പോൾ ചട്ടി ചൂടാക്കില്ല. ഇപ്പം നമ്മൾ പത്തിരാൻ പോകണം. കഥക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ചട്ടി ചൂടായി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോയുടെ ചടപ്പുണ്ടായിരുന്നു കേട്ടോ. മുഖം ഇങ്ങനെ കാണിക്കും, എങ്ങനെ വീടിൻ്റെ മുന്നിലേക്ക് വരും, ആ ഒരു ഇതെനിക്കുണ്ടായി. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല, റെഡിയായി വരും ശരിക്കും. ഇപ്പോൾ ഒന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് റെഡിയായി വരട്ടെ. നമുക്ക് സപ്പോർട്ട് ആരെയും വേണം. സപ്പോർട്ട് മീൻസ് ഭർത്താവിൻ്റെ സപ്പോർട്ട്. എന്ത് ചെയ്യണമെങ്കിലും ഭർത്താവിൻ്റെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് എന്തായാലും വേണം. ചട്ടകൾ തൊട്ട് കേട്ടോ, പോയി എല്ലാം കൂടെ നിൽക്കുന്നുണ്ട്. കൈ കൊണ്ട് തന്നെ അത്. പക്ഷെ ഇപ്പോൾ 2 ദിവസമായിട്ട് കൈമൊരു പണി കിട്ടിയത്. നൈസായിട്ട് പോകാൻ കൈ കൊണ്ട് എല്ലാം ശരിയാകും. നോ കൈയോടെ നിറച്ചിട്ട് പിന്നെ ആ ചട്ടൊക്കെ വന്നു. എന്താ പറഞ്ഞ കുത്തുവോ? അത് സേമിയല്ലേ? സേമിയിട്ട് എങ്ങനെ കുത്താനാണ്? അങ്ങനെ വിളിക്കാൻ പാടില്ല കേട്ടാ. പപ്പനെ വിളിക്കാൻ പാടില്ല കേട്ടാ. പപ്പാന്ന് വിളിക്കാൻ പാടുള്ളൂ കേട്ടാ. നമുക്ക് നമ്മൾ ഉമ്മിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഉമ്മിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ആ പാത്രം എടുത്തോണ്ട് വരുമോ? ആ പാത്രം എടുത്തോണ്ട് വരും. ആ തന്നെ. താങ്ക് യു.
നമ്മൾ പത്തിരി ഇടാം കേട്ടോ. 4 പത്തിരിയൊക്കെ ഇടാം ഒരെണ്ണത്തിൽ. ഗ്യാസമ്മ കുറച്ചൊക്കെ ആണെങ്കിൽ ഗ്യാസമ്മ വെക്കുള്ളൂ. അധികം ഉണ്ടെങ്കിൽ അടുപ്പത്ത് ഇത്താരൊക്കെ ഉള്ള സമയത്ത്, ഇത്തൊക്കെ ചെയ്യുന്ന സമയത്ത് അധികം ഉണ്ടാവില്ലേ, അപ്പോൾ ഇത്തൊക്കെ ഗ്യാസ് വെച്ചിട്ട് ചെയ്യല. അതാരായാലും പിന്നെ ഗ്യാസമ്മ കുറച്ച് വെച്ചാലും പ്രശ്നമൊന്നുമില്ലല്ലോ. ഗ്യാസ് ഇപ്പോൾ ഇന്നലെ പറഞ്ഞില്ലേ കുറ്റി വന്നു രാവിലെ തന്നെ. വയറ് വേദനിക്കൂട്ടാ, മാവ് തിന്നണ്ട. ഞാൻ ഉണ്ടാക്കി പത്തിരി. ഞാൻ പത്തിരി പരത്തി എത്തിക്കുന്നു. പരത്തി എത്തിയപ്പോൾ ആ പരത്തിയത് കൊണ്ടുപോകാൻ നിൽക്കുക. ചോറിന് വെള്ളം കായുന്നുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കണം. എഡിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. പക്ഷേ ലോങ് വീഡിയോ നമ്മൾ നല്ല MB ആണോ, പിന്നെ അതുമല്ല ഭയങ്കര MB ആണ്. പിന്നെ എഡിറ്റ് ചെയ്താലൊരു ഗുണം ഉണ്ടാവുമല്ലോ. ഇൻഷാ അല്ലാഹ് എന്തായാലും ഒരു ദിവസം 1,00,000-ലെത്തിയ അതിനൊരു ഗുണം നമുക്കുണ്ടല്ലോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നല്ല വീഡിയോസൊക്കെ ഇടാൻ നോക്കാം. മറ്റേ ഈ പുറത്ത് പോകുന്ന വീഡിയോസൊക്കെ, നമ്മളിപ്പോൾ പുറത്തൊക്കെ ഡ്രസ്സ് എടുക്കാനും അത് മാത്രമല്ല പർച്ചേസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എടുക്കാൻ പോകുമല്ലോ, അതൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ആൾക്കാരെങ്ങനെ ഞങ്ങളവർക്ക് നോക്കും, അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. മെയിനായിട്ട് ആ ചമ്മൽ അത് ഇപ്പോൾ കുറച്ചൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ എന്തായാലും വീഡിയോന് മുന്നിൽ ഞാൻ വന്നില്ല, അങ്ങനത്തെയൊക്കെ ഇപ്പോൾ തരാൻ പറ്റില്ല. മെയിനായിട്ടാണ് എന്തോ പോലെ ചമ്മൽ, വേറൊന്നുമില്ല. അതിന് പത്തിരി ആവുന്നുണ്ട്. അവൾ നല്ല എന്താണ് എന്തോ പറയാൻ മറന്നുപോയി, ആലോചിച്ചിട്ട് പറയാം. കൈപ്പൊളി ഇതെനിക്ക് എപ്പോഴും ഈ കൈ പിള്ളേർ പറയും. എനിക്ക് ചട്ടി പറയാം. പത്തിരിപ്പണി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചോറിനൊക്കെ പോകാൻ. ചോറിനൊക്കെ പോയിട്ടില്ല, ഒപ്പം വരൂലേ. ഒപ്പം വരുമ്പോൾ പിന്നെ നമുക്ക് പത്തിരിപ്പണി കഴിക്കണം. ഇപ്പോൾ എത്തിയിട്ടാകുമല്ലോ, അപ്പോൾ 9:30-10 മണി വരാൻ തോന്നണം. അതങ്ങനെ തന്നെയാണ്, 9:30-10 മണി ആ ഒരു സമയം തന്നെ. ചട്ട കൈകൊണ്ട് പോയി, കൈയൊന്നും പൊള്ളുട്ടോ. ചട്ട കൊടുത്തിട്ടില്ല. അത് ഒരു ദിവസം ഞാൻ എന്തോ ഒരു വീഡിയോ ഇട്ടു, ഉപ്പുമാവിൻ്റെ. അത് ഇരക്കെ കേട്ടോ, അതൊന്നും പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് വീണ്ടും സെറ്റ് ചെയ്ത് വെള്ളം ഇതാക്കിയിട്ട് അത് വെള്ളം കുറഞ്ഞിപ്പോയി ഉപ്പുമാവിൻ്റെ. എന്നിട്ട് ഞാൻ വെള്ളം പിന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് വെള്ളം ഒഴിച്ച് ശരിയാക്കി. അത് കുഴപ്പമില്ല, ശരിയായി. എനിക്കറിയാം ശരിയായിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് അത് എല്ലാ വീടിൻ്റെ മുന്നിൽ കാണിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ടായി ഞാൻ പറയുന്നുണ്ട്. ഇനി ആരായതുകൊണ്ടൊന്നും പറയാനൊന്നും നിൽക്കും വേണ്ട. അപ്പം ഞാനത് ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാനത് വെള്ളം ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഞാനത് രാവിലെ ഞാൻ ഉച്ചക്കും കഴിച്ചിട്ടുണ്ട്, രാവിലെയും കഴിച്ച്, പിന്നെ ഞാൻ ഉച്ചക്കും കഴിച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ബാക്കിയാക്കണ്ടല്ലോ വെച്ചിട്ട് ഇവിടെ എടുത്ത് ഒരാൾക്ക് ഞാൻ കൊടുത്തു. എന്ന് വെച്ചാൽ വെറുതെ നമുക്ക് ഭക്ഷണം അനാവശ്യമാക്കണ്ടല്ലോ, നമുക്ക് അനാവശ്യമാക്കി കിട്ടാൻ പോണേ. അപ്പോൾ ഞാൻ കൊടുത്തു.
ആര് കഴിച്ചാലും ഭക്ഷണം തന്നെയല്ലേ. അതുകൊണ്ട് ഓരോരുത്തർ പറഞ്ഞതാ. അത് നമ്മൾ എന്ത് വീട്ടിടുമ്പോഴും ബാക്കിലെ ആൾക്കാർ നമ്മളെ തളർത്തണ്ടോ. കൈ മുറിയൂട്ടാ തേങ്ങ പൊട്ടിച്ചാൽ. നമ്മളത് തേങ്ങ പൊളിച്ചാൽ വെച്ചിട്ടുണ്ടായിരുന്നു കറി ഇരിക്കാൻ. ഇപ്പം ഇതാ അതിൽ പോയിട്ട് കറി ചെയ്യുന്നുണ്ട്. തേങ്ങ ചിരക്കുമ്പോൾ തരാട്ടാ. തേങ്ങ ഭയങ്കര ഇഷ്ടം, കഴിക്കും. എല്ലാവരും പറയും എന്താണ് തേങ്ങ കഴിച്ചാൽ കല്യാണത്തിന് മഴ പെയ്യുന്നു. അതൊക്കെ വെറുതെ പറയാം. ഞാനൊന്നും തേങ്ങ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് മഴയായിരുന്നു പറയുന്നേക്കാം. നമുക്കറിയില്ല. ടെൻഷനില്ല എന്നുവെച്ചാൽ ഉച്ചക്കൊക്കെ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ വയ്ക്കാൻ പറ്റുന്നില്ല. ജനലൊരെണ്ണം തുറന്നിട്ടും കാര്യമൊന്നുമില്ല, എന്നാലും ചൂട്. മഴ പെയ്തിരിക്കുന്നോട്ടെ കഴിയുമ്പോൾ, എന്നിട്ടാണ് ചൂട്. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഗംഭീര ഇടി മഴയായിരുന്നു. ഞാൻ അതൊന്നും വീട്ടെടുക്കില്ല കേട്ടോ. ഞാൻ റൂമിൽ കയറി ഒറ്റ ഡോറടക്കില്ല. എനിക്ക് മഴ എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഇടി വന്നു കഴിഞ്ഞാൽ ഇടി എനിക്ക് പേടിയാണ്. ഇടിക്ക് നല്ല പേടിയെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്. പക്ഷേ എൻ്റെ ഉമ്മൊക്കെ ഇടി വെട്ടുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യും. എന്നിട്ട് ഫോണ് ആർക്കും എന്നെയും വിളിക്കും, എന്താണ് ഇവിടെ ഇടിമഴ? അവിടെ ഇടിമഴയാണ്, ഫോൺ വെച്ച് പേടിയെന്ന് പറഞ്ഞാലും അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ചെറിയ ഇടിമഴയല്ലേ എന്ന്. പക്ഷെ എനിക്ക് പേടിയാട്ടോ, ഭയങ്കര പേടിയെന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. പത്തിരി റെസിപ്പി നമ്മളെല്ലാവരും ചെയ്ത് നോക്കണം. എന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സും നമ്മൾ വീട്ടുമാനുള്ളതൊക്കെ അല്ലേ, നമ്മളെല്ലാം ചെയ്ത് നോക്കണം. അല്ലേത് നമ്മൾ വിജയിക്കാന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഈ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഇതിന് ബാക്കിൽ ചിലപ്പം തട്ടിപ്പൊക്കെ ഉണ്ടാവും. അതില്ലാന്നല്ല, ഉണ്ടാവും, വിചാരിക്കില്ല. പക്ഷെ നമ്മൾ ആൾക്കാർ പറയും അതിലൊക്കെ കയറിയിരിക്കുന്നു, തട്ടിപ്പാണെന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ തോന്നും കാര്യമൊക്കെ നമ്മളെല്ലാം ചെയ്തു. ഏതിന് നമ്മൾ നന്നായിക്കണമെന്നില്ല. അതാര് പറയുകയാണെങ്കിൽ പറഞ്ഞാൽ മതി, ആയിക്കോട്ടെ കുഴപ്പമില്ല, സാരമില്ല. ചിലപ്പോൾ നമ്മളിനി യൂട്യൂബിൽ നിന്നാണോ, ഇനി നമ്മൾ വേറൊരു ബിസിനസ് കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് കയറണോ. യൂട്യൂബിൽ നിന്ന് എല്ലാവരും കയറുന്നുണ്ട്. ഞാൻ അത് പ്രതീക്ഷിച്ചിട്ടല്ല, വെറുതെ ഒന്ന് യൂട്യൂബ് ഇങ്ങനെ തുടങ്ങണം, നോക്കട്ടെ എങ്ങനെ പോകും, എനിക്ക് പറ്റുമോ വീഡിയോ ഒന്നും ഇടാൻ ഞാൻ മുന്നോട്ട് അങ്ങനെ വിചാരിച്ചിട്ട്. ഇനി ഫാമിലി വ്ലോഗ് ഇടാൻ എനിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ അത് ഞാൻ ഇടില്ല. ഫാമിലി ആർക്കും അത് ഇഷ്ടമൊന്നുമില്ല. അങ്ങനെ ഫാമിലി വ്ലോഗ് ഇടുന്നതോ അവർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാനത് ഇടില്ല. പറ്റില്ലാത്തത് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. ഇതാണ് സംഭവം. ഇഷ്ടമാണ് നമ്മൾ നിർബന്ധിക്കരുത്.
തരാണ്ട്. ഞാൻ ഒന്നര തേങ്ങ പൊളിച്ച് വെച്ച് നിൽക്കാ. പക്ഷെ ഒരു തേങ്ങ ഉണ്ട്, ഒരു തേങ്ങൻ്റെ പകുതി കാണുന്നില്ല. അതിൻ്റെ ആൾ കൊണ്ടേക്കണ്. അവള് തേങ്ങ ഞാൻ വളരെ നല്ല കഴിക്കും. അവള് കൊണ്ടേക്കുന്നു. തേങ്ങ അവിടെ ഞാൻ തിന്നാ നോക്കാം വിചാരിക്കുന്നുണ്ട്. ആ കുട്ടി നോക്കട്ടെ ക്ഷമ കൊണ്ട് പൊട്ടി ഞാൻ ഉമ്മയല്ലേ, ഞാൻ ദീദിന്ന് വിളിക്കരുത് പറഞ്ഞിട്ടില്ലേ? ഓ ഓ ആനെവിടെ? ആനനെ എലി പാറ്റാണോ? ആനപ്പ ഈ കണ്ട് സ്വപ്നം കണ്ടാണോ? എപ്പോ സ്വപ്നം കണ്ട്? നീ സ്വപ്നം കണ്ടാണോ ആനനെ? ഉമ്മി സെറ്റാക്കാൻ എന്ത് സെറ്റാക്കാൻ? എന്ത് തെറ്റാക്കിയൊന്ന്? ഒന്നുമില്ലേ? അതല്ലോ പഞ്ചായത്ത് തിന്നാൻ പാടില്ല. പഞ്ചായത്ത് തിന്നാലേ അറിയില്ല. ഒരു കഷ്ടം ഇല്ലമ്മേ, പഞ്ചായത്ത് തിന്നാൻ പാടില്ലമ്മേ. ആ കൊതു കടിച്ചെങ്കിൽ അവിടെ പോയിരുന്നു. കൊതു കടിച്ചെങ്കിൽ അവിടെ പോയിരുന്നു. ഓ എന്താ കുഞ്ഞു? എന്ത് വേണമെന്ന്? എന്ത്? ഓ എന്ത്? കണ്ണാടെ അത് ഉപ്പാൻ്റെയാണ്. കണ്ണാട എടുത്ത് കൊടുക്കാം. ഉപ്പാൻ്റെ കണ്ണാടയാണ് അത്. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പണിയില്ല. നമുക്ക് പത്തിരി പണി കഴിഞ്ഞിട്ടാ കുറച്ചും കൂടെ. മര്യാദക്കടെ കൊണ്ടുവച്ചു. എന്നോടൊന്നും പറഞ്ഞു. ഒരിക്കൽ സത്യം
ഉപ്പാടെ കണ്ണാടയാണ്. അത് പൊട്ടിയാലില്ലേ ഉപ്പ ഭ്രാന്തളക്കും. എടുക്കാനാ എടുക്കുന്നു. ഹായ് ഒരു ഉമ്മ കൊടുക്കും. ഒരു ഉമ്മ കൊടുക്ക്. ഇതാരാ വീഡിയോന് മുന്നിൽ? ഉപ്പ കണ്ണല്ല, ഉപ്പ കണ്ണാടാ. ഒന്നുകൂടി പറഞ്ഞേ. കണ്ണാടാ പറ. ആ ഉപ്പ ചീച്ച പറയൂ. കുരുമരു ഒരു ഉമ്മ തരോ? ഉപ്പ രാവിലെ പോയി 6 മണിക്ക്. ഒരു ഉമ്മ തരോ? ഉപ്പ പോയി. ഉപ്പ എടുക്കു പോയി? ഉമ്മമാടെ. അതിന് ഉമ്മമ്മ ഉറങ്ങാവൂലേ ഈ സമയത്ത്? ജന്നമ്മമാടെ പോയിന്നോ? ജന്നമ്മമാടെ പോയിന്നാ? ജന്നമ്മമാടെ പോയിന്നാ? നമ്മളൊക്കെ തുടക്കട്ടെ. അത് എത്തിത്തരാം. മൂത്രയിച്ച ഓണാ പൂച്ചനെ കാണണം. തുറന്നിട്ടാലേ പുറത്തേക്ക് അങ്ങനെയും പായും. അതാണ് എൻ്റെ മോളെ സ്വഭാവം. ഇതിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ടല്ല ഞാൻ, പുറത്തേക്ക് ഇടലില്ല. പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ചനെ പോയി ഉമ്മ വെക്കും, പൂച്ചനെ എടുക്കും. പക്ഷെ എനിക്ക് പൂച്ചനെ പേടിയ കേട്ടോ. അതിന് അവൾക്ക് പൂച്ചനൊന്നും പേടിയില്ല. എനിക്ക് പൂച്ചനൊക്കെ പേടിയ. കട്ടുറുമ്പുണ്ടോ? പൂച്ചനെ പൂച്ചനെ കാണില്ല എന്നാ? എന്താ പൂച്ചനെ കാണാത്ത? നമുക്കിവിടെയൊക്കെ തുടക്കണം. നീറ്റാണ്. അടിയും തുടക്കാറുണ്ട്. ആദ്യം ഈ സൈഡൊന്നും തുടക്കട്ടെ. പൊളച്ച് വരുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് 2 കുത്തിയുണ്ട്. പേരില്ല. എൻ്റെ കഴിഞ്ഞു. മീൻകറീൻ്റെ പണിയുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചായ, മത്തിക്കറി. മത്തിയാണ് അതുണ്ട്. പിന്നെ മീൻകറിയൊക്കെ പണി, വേറെ ഒന്നുമില്ല. പിന്നെ ചോറ്, അരി ഇട്ടിട്ട് അരിയിലാണ്ട് അരി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇത് കഴിഞ്ഞിട്ടാണ് അരിപ്പം പോവാൻ. ഇട്ടിട്ടില്ല, അരി ഇടണം. മുറ്റൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെയല്ലേ മുറ്റം. ഞാൻ അടുക്കളയത്തെ എല്ലാം കഴിഞ്ഞ് ഹാളൊക്കെ തുടച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ ഇറങ്ങുള്ളൂ. അവിടേക്ക് ഇറങ്ങുള്ളൂ, അല്ലാതെ ഞാൻ ഇറങ്ങില്ല. ഗ്യാസ് കടി വെച്ച് അങ്ങനെ ഇവിടെ ഇരിക്കുന്നു. കയറി നിൽക്കേ, എന്നിട്ട് വേണം വീഴാൻ അല്ലേ? എന്തെടുക്കാൻ? എടുക്കാൻ പറ്റില്ല. അത് പേരെന്താ? പേരെന്താ? ഫുൾ നെയിം പറ.
ജന്ന മറിയം. കുതു. ജന്ന മറിയം എന്ന് പറ. തന്നമറിയം. ജന്ന മറിയം. തെന്നമറിയം. ജന്ന മറിയം. തെന്നമറി അല്ല തെന്ന. അപ്പൊ നീയോ? തെന്ന. അപ്പൊ ഞാനോ? മീ. നീ ആരാ? തെന്ന. അപ്പൊ ഞാനോ? മീ. അമ്മയുടെ പൊന്നാരാ? കുരുന്തോ? ഇവിടെ നോക്ക്. അങ്ങനെ ലാസ്റ്റത്തെ 2 പത്തിരി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തു. പത്തിരിപ്പണി കഴിഞ്ഞിട്ടുണ്ട്. പറഞ്ഞേ. പത്തിരിപ്പണി കഴിഞ്ഞ് നമുക്ക് അരി വാ. ഇവിടെ നിറക്കണം. ഇവിടെ നിറക്കില്ലെങ്കിൽ എനിക്കൊരു പണി കിട്ടും. ചോറൂറ്റാൻ പോകാം. ചോറ് ഊറ്റണം. ഉപ്പ് വന്നിട്ടുണ്ട്. പപ്പാക്ക് ചായ കൊടുത്തു. ഇപ്പം നേരം വയ്ക്കും. പിന്നെ ചോറിന് പണി കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കണം. കറിക്ക് പോകുന്നു.
തരാം. കറി തരണം.
ഈർക്കിലെടുത്ത് കൊണ്ടുവരുത് കേട്ടോ. ആ ഞാൻ അഴകൊക്കെ അടിച്ചു വരിയതാ മൊത്തം ഫ്രണ്ടൊക്കെ. എവിടേക്ക് പോണേ ചൂലായിട്ട്? അഴുക്കാക്കരുത് കേട്ടോ. സേമിയൻ എടുക്കണം, വയറായിരിക്കും. സേമിയൻ കൊണ്ടുവരുന്നത് ചോറ്. ഒന്നര മുറി തേങ്ങ.
എൻ്റെ കൈ തരണം, എൻ്റെ കൈ തരണം. അടുപ്പി കിട്ടും, അടുപ്പി. ഒന്നര മുറി തേങ്ങ, ഉപ്പുണ്ട് അവിടെ, അതപ്പത്തേക്ക് ശബ്ദം. 1.5 മുറി തേങ്ങ, 1.5 പാലെടുക്കുന്നുണ്ട്. ചാള കറിയാണ് കാണിക്കാം. റെസിപ്പി കാണിക്കാനൊന്നുമില്ല. പാലെടുക്കുക, മുളക് പൊടി, മല്ലിപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി, അങ്ങനെയൊക്കെ അത്ര ഉള്ളു. തക്കാളി ഇടുന്നില്ല, ഇന്നില്ല. കുറച്ച് കടയിൽ പോകണ്ട, സാധനമൊക്കെ തീർന്നിരിക്കുകയാണ്, വാങ്ങിക്കണം. ഇന്നലെ തീർന്നതാണ്. ഇന്നലെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ നടന്നില്ല. മോളായിട്ട് പോവുകയാണെങ്കിൽ അതിനായിട്ടൊരു സമയം കണ്ടെത്തണം. അപ്പം ഇന്ന് കടയിൽ പോയി കുറേ സാധനം മേടിക്കണം. അപ്പോൾ കടയിൽ പോകാനുണ്ട്, തക്കാളി ഒഴിക്കാനുണ്ട്. ഒന്നര തേങ്ങയുണ്ട്. ഉപ്പാൻ്റെ ചായയുടെ കഴിഞ്ഞിട്ട് ആ ഫ്രണ്ടിൽ പോയിരിക്കുകയാണ്. മോളുണ്ട്, മോളൊന്നും കഴിച്ചിട്ടില്ല. ഒരു ബിസ്ക്കറ്റ് നടക്കും. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് 4 ബിസ്ക്കറ്റ് ഇപ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ബിസ്ക്കറ്റ് എത്തി നടക്കും. 1.5 മുറി തേങ്ങയുണ്ട്. നല്ല ചൂട്, ഹയർ ലൈറ്റൊരു ക്ലിയർ ഇല്ല, അതാണ് പ്രശ്നം. ലൈറ്റൊരു കുറവാണ്. തേങ്ങ ചിരകി കഴിഞ്ഞ് ഇന്നലെ തേങ്ങ ചിരകി നമുക്കിവിടെ നീറ്റാക്കിടാം. ഇവിടെ തുടച്ചിടാം. നമ്മൾ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി തുടക്കണം. മുട്ടടിച്ചൊരിട്ടില്ല, മുട്ടടിക്കണം. അകത്തത് കഴിഞ്ഞിട്ടാണ് പുറത്ത് പോകാൻ.
തേങ്ങാപ്പാൽ എടുക്കണം കേട്ടോ. തേങ്ങയുടെ പാൽ തേങ്ങ അരച്ച് ഒഴിക്കല. അപ്പം തേങ്ങയുടെ പാലാണ് ഞാൻ ചെയ്യാറ്. നമുക്ക് തേങ്ങയുടെ പാലെടുക്കാം. ഒന്നര തേങ്ങ പറഞ്ഞല്ലേ. ചോറട്ടെ. പാലെടുക്കുന്നു. പാലെടുത്തിട്ടുണ്ട്. കഴുകണം. റെസിപ്പി ഒന്നും കാണിക്കണ്ട. അതൊക്കെ പാലെടുക്കുകയുള്ളൂ. നമ്മൾ പാൽ ഒഴിക്കണനുസരിച്ച് നമുക്ക് ടേസ്റ്റ് വരാം. പിന്നെ ചിരട്ട അടുപ്പിക്കൊന്നും ഇടണം. ചിരട്ടൊക്കെ അടുപ്പി. എന്നോട് ആരാ ചിരട്ട അടുപ്പിടാൻ പറഞ്ഞ? ആര് പറഞ്ഞേ? അപ്പൊ ആര് ചിരട്ട കൈകൊള്ള വരാൻ പറഞ്ഞ? വീഡിയോ എടുത്തോ? ഫോൺ എടുക്കാൻ വരും കേട്ടോ. അപ്പം ഞാൻ വേഗം അതങ്ങോട്ട് നോക്കിയത്. ഞാനിങ്ങനെ രാവിലെ ഇതേപോലെ ഫോണൊന്ന് കൊണ്ടുപോയി. പിന്നെ പാലെടുത്ത് നമുക്ക് പിന്നെ ചൂണ്ട ഞാൻ വെച്ചാൽ കേട്ടോ. ചട്ടി തന്നെ എല്ലാം ഉണ്ടാക്കാറ്. ചട്ടി ഒരു വേറെ ടേസ്റ്റ്. ഞാൻ ചായ കുടിച്ചിട്ട് കുടിക്കാൻ പോകാൻ എനിക്ക് നിൽപ്പാനാണ് വന്നേരം. ഉപ്പ് വന്നപ്പോൾ പിന്നെ ചായ വെച്ച് ഇനി ഇത് കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് അടുപ്പത്ത് വെച്ച് ചായ കുടിക്കാൻ പോകും. ഇട്ടിട്ടുണ്ട്. ഉപ്പിടണം. ഉപ്പ് കൂടിയ പ്രശ്നം. കുറഞ്ഞാൽ നമുക്ക് പിന്നീട് കൂടിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുളക് പൊടി ഇട്ട് വെച്ചിട്ടില്ല.
സ്പൂണൊക്കെ മതി. എരിവ് കൂടി വന്നിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി തുള്ളി മതി. മല്ലിപ്പൊടി ഞാനിടും. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടേസ്റ്റ് ഇതിനുണ്ട്. മല്ലിപ്പൊടി നമുക്ക് ഒരു ഇതിനനുസരിച്ച് കുറച്ച് മതി. അതിന് വലിയ സ്പൂണുണ്ട്, പക്ഷെ അത് വേണം. അപ്പോൾ അതൊന്നും കൂടാൻ പറ്റും. തുടച്ചിട്ടണം കൈ നമ്മൾ പോയേ പൊന്നോ. എൻ്റെ പണിയൊന്നും നടക്കില്ല. എന്നിട്ടുണ്ട് ഇതാണ് അല്ലെങ്കിൽ വളർത്തുന്നതോ. എന്നിട്ട് ചെമ്പറക്കണം. ചെമ്പറക്കി ഒന്ന് മാറാൻ ഈ കറി വെക്കണ്ടേ. ഒന്ന് മാറൂ നിന്നോട്. എനിക്ക് കറി വെക്കണ്ടേ. എനിക്ക് തീയൊക്കെ അത് കത്തിച്ചെടുക്കണം. ചിരട്ടൊക്കെ ഇട്ടാൽ മതി. ഓൾറെഡി നന്നായി കത്തുന്നുണ്ട്. ഇപ്പം അതാ ചിരട്ടൊക്കെ ഇട്ടിട്ടൊക്കെ കത്തിച്ചായിരുന്നു. ഒന്ന് മാറൂ. മതി. ഇവിടുന്ന് പൊയ്ക്കോ. അജുനെ പൊള്ളിയില്ലേ, അതേപോലെ പൊള്ളണോ. പിന്നെ ചൊവ്വരി പായസമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചൊവ്വരി പായസമാണ്. ഒരു 5 ക്യാരറ്റ്, പിന്നെ ഒരു കുറച്ച് ചൊവ്വരി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പാക്കറ്റ് പാല്, നമ്മൾ ആവശ്യത്തിന് മിൽക്ക് മേഡ്, പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നെയ്യില്ലാത്ത കാരണം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കണേ. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഇതിപ്പോൾ പെട്ടെന്ന് കടയിൽ വാങ്ങിച്ചതന്നെ കേട്ടോ. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സൺഫ്ലവർ ഓയിൽ നമുക്ക് അത്ര ചോയ തരില്ലല്ലോ, സാധാ വെളിച്ചെണ്ണ പോലെ. അപ്പം അങ്ങനെ ക്യാരറ്റ് ചൊരണ്ടി ചെയ്ത് കുറച്ച് ഇടുന്നുണ്ട്. ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. ഒരാളിരിക്കുന്നുണ്ട്, കൈയൊരു ഉളുക്ക് വന്നിക്കണം. അപ്പം മരുന്നൊക്കെ ഇട്ടിട്ട് ഇരിക്കണം. നമുക്കിത് ഇനി മാറ്റി കൊടുക്കട്ടോ. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. നമുക്കിനി ഇത് മാറ്റി കൊടുക്കട്ടോ. റോസ്റ്റായി വന്നിട്ടുണ്ട്, നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിൻ്റെ ചമർപ്പൊക്കെ പോകണം. ക്യാരറ്റിൻ്റെ ചമർപ്പൊക്കെ പോകാനേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ച് ക്യാരറ്റാട്ടോ എടുത്തിക്കണം. 5 ക്യാരറ്റ്. പിന്നെ ചൊവ്വരി കണക്കൊന്നുമില്ല. കുറച്ച് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. ഞാനത് ഒരു വീഡിയോ കണ്ടോക്കാം. അപ്പം അങ്ങനെ ഇന്നും ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. മാറ്റി കൊടുക്കാം. ഇതൊന്ന് കുറക്കട്ടെ. നമുക്ക് ഈ പാനിൽ തന്നെ പാല് തിളപ്പിക്കണം. പാൽ തിളപ്പിച്ചിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് ഇടാൻ പറ്റും. നന്നായി റോസ്റ്റ് വന്നല്ലോ, റോസ്റ്റായി വന്നിട്ടുണ്ട്. പാല് ഒരു പാക്കറ്റാണ്. നമുക്കിടാം.
പിന്നെ പാൽ വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാൽ കേട്ടോ. തുള്ളി ഉണ്ടാക്കും. വെള്ളം കഴിക്കുന്നത് വെച്ചാലേ ഇതിലെന്തായാലും കുറച്ച് വേണം. ഇത് തണുപ്പിച്ചിട്ടും കഴിക്കാം, ചൂടായിട്ടും കഴിക്കാം. ചൂടോടെ ചെറുനീർ ചൂടോടൊക്കെ കഴിക്കാം, നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം. പക്ഷേ തണുപ്പിച്ച വേറൊരു ടേസ്റ്റാണ്, നെറുചോറോടെ വേറൊരു ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. രണ്ടും ടേസ്റ്റാണ് കേട്ടോ. നെറുചോറോടെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ തണുപ്പിക്കുന്നത് ഈ സലാഡൊക്കെ കഴിക്കില്ലേ, കസ്റ്റാർഡ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം. നമുക്കിന്നേ മിൽക്ക് മേഡ് വയ്ക്കാം. പിന്നെ ഏലക്കപ്പൊടി ഇടാം. ചുവരി ആയി വന്നിട്ടുണ്ട് കണ്ടോ. മിൽക്ക് മേഡ് മധുരത്തിന് അനുസരിച്ചാട്ടാ. ഓരോരുത്തരും എങ്ങനെ മധുരം എന്നറിയില്ല, ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് നമ്മൾ ചോദിച്ചാൽ. ചിലർക്ക് അധികം മധുരം വേണമായിരിക്കും, ചിലർക്ക് അധികം വേണമായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഷുഗർ ഇടും വേണമെങ്കിൽ. പക്ഷെ ഞാൻ ഷുഗർ ഇടണില്ല, എല്ലാം കൂടി വേണ്ടല്ലോ മധുരം. ചെറിയൊരു മിൽക്ക് മേഡിൻ്റെ ടേസ്റ്റും ഒക്കെ മതിയല്ലോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് റെസിപ്പി കേട്ടോ. എല്ലാവരും ചെയ്യണമായിരിക്കും, പക്ഷെ ഞാൻ പറയുക ചെയ്ത് നോക്ക്. ഞാനും ഇവിടെ വന്നല്ല അധികം ആളില്ല. ഞാൻ എൻ്റെ മോളും പിന്നെ ഹസ്ബൻഡിൻ്റെ ഇപ്പോൾ കുടിക്കൂല, ആൾക്കിഷ്ടമല്ല. ഈ പായസം അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. നന്നായി തിളച്ചിട്ട് ഇങ്ങനെ വരണം. എന്നിട്ട് ഇതിലേക്കിടും. ചുവരി നമ്മൾ ഇതിലാണ് കേട്ടോ. ഇനി ഇളക്കിടും. കൈ തട്ടിപ്പോയിനെ. ഉപ്പ പുറത്ത് പോയിക്കും. തൃശ്ശൂർ പോയി ഉപ്പ. ഇവിടെ അടുത്ത് അയൽവാസിയിൽ ഒരാൾ ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ കുറച്ചധികം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെ. അപ്പോൾ ചെക്കപ്പിന് പോകണമെന്നെന്തോ പ്രശ്നമുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അഡ്മിറ്റ് എന്നാലും വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അഡ്മിറ്റ് എടുക്കണം. അപ്പോൾ അവിടെ പോയിക്ക തൃശ്ശൂർ. നമുക്ക് ചോറിടാം. കുറേശ്ശെ കണ്ട് ഇട്ടടിക്കാട്ടോ പൊരിക്കും. ചോരും ഇട്ടിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് ഒക്കെ ആവണം. പിന്നെ അതാ ക്യാരറ്റ് ഉണ്ടോ, അതിനോടിരിക്കണ്ട കേട്ടോ. നമുക്ക് മധുരം കുഴപ്പമില്ല, നേരെ മാത്രമാണ്. പക്ഷെ മധുരം കുറഞ്ഞ് പോയി തരുന്നുണ്ട്. അത് തോന്നുന്നു ഓരോരുത്തർ ഷുഗർ കൂട്ടണം. പക്ഷെ ഞാൻ ഷുഗർ മാത്രമില്ല, എല്ലാം കൂടി വേണ്ടല്ലോ മാത്രം പിടിച്ച് വരണുള്ളൂ. അപ്പം നമുക്ക് ഞാൻ തണുപ്പിച്ച് കഴിക്കും. വേണമെങ്കിൽ നമുക്ക് തണുപ്പിച്ചിട്ടും കഴിക്കാം, തണുപ്പിക്കാതെയും കഴിക്കട്ടോ. ഓരോരുത്തരും ഇഷ്ടം, അത്രയേ ഉള്ളൂ. ഞാൻ മിൽക്ക് മേഡ് വാങ്ങുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനത്തെ മിൽക്ക് മേഡ് വാങ്ങുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാം. മൂടിയൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. നേരെ മറിച്ച് മൂടില്ലാത്ത ഈ ടിന്നൊക്കെ ഉണ്ടല്ലോ, ടിന്നൊക്കെ ആകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ മൂടാൻ പെട്ടെന്ന് നമ്മൾ ആ മൂടിന് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൈമ തട്ടും, എല്ലാം റിസ്ക്കാണ്. മോളെ കേട്ടോ, മോള് കിടന്നുറങ്ങി സോഫ കിടക്കുന്നത്. ഒന്ന് കുറച്ചിട്ട് പണിയിട്ട് കിടക്കണത് ഇങ്ങനെ നനച്ചിട്ടോ. ഓക്കെ, ഇവിടെ വന്ന് കിടന്നാള്. ഞാനവിടെ പണിയിലല്ല, അവളൊന്ന് കിടത്തട്ടെ.
പിന്നെ അവളവിടെ കെടുത്തിയിട്ടുണ്ട്. അതെ, അവളെ കൈ ഉളുക്കുണ്ടായിരുന്നു ഒരവസരം. അപ്പോൾ ഞാൻ കൊണ്ടുപോയതാണ് ഇവിടെ MI ഹോസ്പിറ്റൽ വടാനപ്പള്ളി തന്നെ. അപ്പോൾ അവരൊന്ന് പറഞ്ഞത് ഉളുക്ക് വരികയാണ്, വേറൊരു പ്രശ്നവും കൈക്കൊന്നുമില്ല, ഉളുക്ക് വരണോണ്ടാണ്, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞേ എപ്പോഴെപ്പോഴും ഇത് വരുന്നുണ്ടെന്ന് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞതാ. അപ്പം പിന്നെയും ഇപ്പോഴും ഇത് വരുന്നുണ്ട്, എന്താ ഈ ഉളുക്ക് ഇങ്ങനെ. അപ്പം മരുന്നൊരു തുള്ളി ഇട്ട് കൊടുത്ത് അപ്പോൾ ആ വേദനയ്ക്ക് എടുക്കാൻ തോന്നുന്നു. എന്ത് വേദന വന്നാലും വേദന എടുക്കും വേഗം, സഹിക്കാൻ ആൾക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വായിക്കൊണ്ടിരിക്കാൻ പറ്റും. ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. മറ്റേ ഈ ലൈറ്റ് ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് സുഖമുണ്ട്. സെറ്റ് പൊളിച്ചില്ലേ? സീറോ ആകുമ്പോൾ കുഴപ്പമില്ല. ഓക്കെ, ക്യാമറ അടിപൊളിയാവും, വീഡിയോ എടുക്കണതും അടിപൊളിയാവും. ഈ ബുദ്ധി ഇതാരും തോന്നല്ലേ, ഇപ്പോഴാണ് ബുദ്ധി തോന്നിയത്. അങ്ങനെ താഴ്ന്നുകൊണ്ടിരിക്കും ചെറിയ സെറ്റാ കേട്ടാ കേട്ടാ ചെറിയൊക്കെ വായിക്കൊണ്ടിരിക്കും. കേട്ടോ, ഇനി നമുക്ക് ക്യാരറ്റ് ഇടാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാരറ്റില്ലേ, അത് നമുക്കിടാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് നമ്മളിടുന്നുണ്ട്. കളറൊക്കെ കണ്ടില്ല, മാറുന്നു. സംഭവം അടിപൊളിയെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ആദ്യം ടെസ്റ്റ് ചെയ്യണം കേട്ടോ. ഓരോരുത്തർ ഉണ്ടാക്കണ കണ്ടെന്നല്ലാതെ ഞാനിങ്ങനെ കഴിച്ച് നോക്കി ടേസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കാം. എല്ലാവരും ചെയ്ത് നോക്കട്ടോ. നമുക്ക് തിളച്ച് വരണം. ഉണ്ടോ? കണ്ടോ? ആ ഇതിൻ്റെയൊക്കെ ഒരു കളർ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഏലക്ക ഒരു സുഖമില്ലാവുന്നുണ്ട്, നോക്കട്ടെ. ഇങ്ങനെ സ്പെഷ്യൽ. എൻ്റെ മോൾക്ക് പായസമൊക്കെ ഭയങ്കര ഇഷ്ടം, മധുരമെല്ലാം ഇഷ്ടം. ഇത് കഴിക്കുമെന്ന് അറിയില്ല, നോക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. കണ്ടോ സംഭവം? കണ്ടോ? ഇങ്ങനെയാണ് തിക്കായിട്ട്. ഇത് അതാണ് തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിൽ രസം ഉണ്ടാവുമെന്ന് പറയുന്നത്. കണ്ടോ? സംഭവം അടിപൊളിട്ടോ. എല്ലാം ആ ക്യാരറ്റും ചൊവ്വരും ആ പാലിൻ്റെ ഒക്കെ കണ്ടില്ലേ? ഒരു സ്പെഷ്യലാണ് കേട്ടോ, ചൊവ്വരും ക്യാരറ്റും കൂടി ഇട്ടിട്ടുള്ളത്.
ഇത് നെയ്യിലൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പക്ഷെ നെയ്യല്ല ഞാൻ വെച്ചിട്ടുള്ളത്, ഞാൻ സൺഫ്ലവർ ഓയിലാണ് വെച്ചിട്ടുള്ളത്. വെറുതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കണം. കണ്ട ചുവരി പിന്നെ ലാസ്റ്റ് ആയിട്ടുള്ള ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് നന്നായി റോസ്റ്റ് ചെയ്യണം. ഇത് സൺഫ്ലവർ ഓയിൽ പോയി കുറഞ്ഞ് തോന്നുന്നുണ്ട് വെച്ചത്, കുഴപ്പമില്ലല്ല. അപ്പം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാം. കളറിന് മാറണം. നമുക്കിത് മാറ്റി കൊടുക്കും വേണം കേട്ടോ. ഇത് മാറ്റി കൊടുക്കും വേണം. ഇറക്കണോ? ഇല്ലേ സോപ്പം പോയി കൊടുന്നു. കൈ വേനെടുക്കട്ടെന്ന് പറയാണ്. അത് കൈ ആളത് ഉളുക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. അപ്പോൾ കാണിച്ചിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്റേ ഒക്കെ എടുത്തുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചൊവ്വരിയും ക്യാരറ്റും കൂടി സ്പെഷ്യൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി വരണം. നന്നായി റോസ്റ്റായി വന്നിട്ട് റെസിപ്പി ഉണ്ടാക്കിയില്ലേ, ആ വീഡിയോ ആണത്. അതിൻ്റെ ടേസ്റ്റ് പറയാം കേട്ടോ. കണ്ടോ ഇങ്ങനെയാണ്. ഇതാണ് നമ്മൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടായി. കണ്ടോ ലൈറ്റ് എന്തോ പ്രശ്നമുണ്ട്. കണ്ടോ അത് നമ്മൾ സലാഡൊക്കെ പോലെ തന്നെ, അതാണ് ഈ തണുപ്പിച്ച് കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആവും. ടേസ്റ്റ് ഉണ്ട്. പാകത്ത് മധുരം, ആ ക്യാരറ്റും ആ ചൊവ്വയും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല സംഭവം അടിപൊളി. ഞാനൊരു പാക്കറ്റ് ആയിട്ടാ. ഓരോരുത്തരും ഇഷ്ടം ഫാമിലിയിൽ എത്ര ഉണ്ട്. ഇപ്പോൾ ഞാനെൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡിൻ്റെ ഇപ്പോൾ പിന്നെ കഴിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള സംഭവം കഴിക്കില്ല. സംഭവം പ്രശ്നം കേട്ടോ. ഒരു രസമില്ല, അടിപൊളി. എല്ലാവരും ട്രൈ ചെയ്യാം. 5 ക്യാരറ്റ് എന്നിട്ട് ഞാൻ കണ്ടില്ല, നിങ്ങൾ നന്നായി ഓർക്കുക. ആ മെഷീനുള്ള എന്താണ്, പല മെഷീനുകളുണ്ടല്ലോ കൈകൊണ്ട് ചെയ്യേണ്ട, ഇപ്പോൾ ഓട്ടോമാറ്റിക് കൊണ്ട് വരും, അതിൽ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ചെയ്തത് ഒരു അടുത്തുള്ള സംഭവമുണ്ട്, അതിലാണ് അത് 5 എണ്ണം. പിന്നെ പുറത്തോളം പിടിച്ചു പോയി. അത് 5 എണ്ണം, ക്യാരറ്റ് 5 എണ്ണം, പിന്നെ ചൊവ്വരി കുറച്ച് അധികം ഉണ്ടായിരുന്നു, അധികം ഇട്ടിട്ടുണ്ട്. ഒരു കപ്പ് എന്ന് വെച്ചാൽ ചെറിയൊരു കപ്പ്, അധികമൊന്നുമല്ല, ചെറിയൊരു കപ്പിന് അളവിട്ടാണ്. പിന്നെ ചൊവ്വരി 1 കപ്പ്, 5 ക്യാരറ്റ്, 1 പാക്കറ്റ് പാല്, പിന്നെ മിൽക്ക് മേഡ്. ഷുഗർ ആണെങ്കിൽ വേറെ നമുക്ക് ചെയ്യാം. ഞാൻ ഷുഗർ ഇട്ടിട്ടില്ല, മിൽക്ക് മേഡ് മാത്രമേ ഞാൻ വെച്ചുള്ളൂ. പിന്നെ ഏലക്ക തിരി, നമുക്ക് ആ ഫ്ലേവറോടെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അതും. എല്ലാവരും ചെയ്ത് നോക്കുക.